ഇതാരെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അവരൊന്നും വേണ്ടാ. ഹലോ ഹെഞ്ചു എൻ്റെ ടീമാണോ? ഓക്കെ. ഹലോ സാർ. ഹലോ സുഖാണോ? ആ ഞങ്ങള് ലീഡറല്ല, കോഹ്ലിയുടെ സാറല്ല. രായവാടാ. ഞങ്ങള് എടാ ഉള്ള എല്ലാരും വന്നടാ. അവര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ടൈം അറിയാത്തതുകൊണ്ട് ഞങ്ങള് സത്യം പറഞ്ഞ എല്ലാരും പല പല ജോലിക്ക് ഞങ്ങൾക്ക് നിങ്ങളെ ടൈം എപ്പോ വരുമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള ഇത് കിട്ടിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് കുറച്ച് ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിപ്പോയി. നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേറെ വഴിയില്ലാഞ്ഞോണ്ടാണ് ടൈം അലോട്ട് ചെയ്യുന്നത്. അല്ലാതെ ടൈം 1 by 1 ടൈം നമ്മൾ പറഞ്ഞേനെ. പക്ഷെ നമുക്ക് നിങ്ങളായിട്ട് ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ആയിട്ട് ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത PDF കാരണം ഇപ്പോഴും പണ്ടത്തെ ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോ പഴയ സെയിം ഇതാണോ? മറ്റേ പഴയത് തന്നെയാണ് ഇപ്പം. പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ സൈഡിൽ തന്നെ തരും. RDC കവറിൽ ഇല്ല. ഡയറക്റ്റ് ഹെഞ്ച്ബൻ കോൺടാക്ട് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഹെഞ്ച്ബനെ കോൺടാക്ട് ചെയ്താൽ മതി. ഹെഞ്ച്ബനെ കോൺടാക്ട് ചെയ്യാൻ പഴയ സെയിം ഫോർമാറ്റ് അല്ലേ? സെയിം ബാക്കിയുള്ള ഏതാ കൊടുക്കുന്നത്? തഗ്ഗാണോ, ഗാർഡിയൻ ആണോ, ഫാമിലി ആണോ? അത് ലൈക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഇത് ബാക്കി ഇപ്പൊ എല്ലാരും ഇല്ല. ഇപ്പൊ അതാണ് മെയിൻ. വേറെ വരുന്ന അനുസരിച്ച് ജസ്റ്റ് ഗുലാനും പിത്തളും ആയിരുന്നു ഗാർഡിയൻ എന്റെ ഓർമ്മ. മിന്നിയണ്ണനും പിത്തളും ഗുലാനും ആണ് ഗാർഡിയൻ എന്റെ ഓർമ്മ. നീ ഏതായിരുന്നു? ബാബു ഏതായിരുന്നു? നീ ഏതായിരുന്നു? ഇപ്പനെ രണ്ടുപേർക്കും തഗ് ഇട്ടിട്ടുണ്ട്. തഗ് മതി. ഞാൻ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പിന്നീട് പിന്നെ പുള്ളി ഗ്യാങ് ടാഗ് യൂസ് ചെയ്യാണ്. സിറ്റുവേഷൻ എന്തെങ്കിലും ആരാണ് നീലമുണ്ടിയും കൂടെ ഗ്യാങ് ടാഗ് ഇല്ല. നീലമുടിക്കില്ല. അമ്പത്തിലെ പേരെന്താ ഇട്ടേക്കണേ? അപ്ഡേറ്റ് ചെയ്താ മതി. ഇവര് രണ്ടുപേരും ഏതാ? തഗ്ഗാണോ? അവർക്ക് തഗ് കൊടുക്കും. നമ്മൾ എന്തായാലും നമ്മള് അവസാനം എന്തായാലും ഇറങ്ങണമെങ്കിൽ നമ്മൾ നമ്മുടെ ലീഡർ വന്നിട്ട് നോക്കിട്ട് ലീഡറിന് താഴെ ഒരു റോളും കൂടി ഇല്ലേ? ലീഡറിന് താഴെ ഫാമിലി, അതിന് താഴെ ഗാർഡിയൻ, അതിന് താഴെ ബാബു ഫാമിലിയാണ്. ബാബു ഫാമിലിയും ഗുലാൻ ഗാർഡിയനും അല്ലേ? അതായിരുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഗ്യാങ് വോൾ ഗാർഡിയൻ കിട്ടിയോ? ജസ്റ്റ് മെയിൽ അയച്ചാൽ മതി. അതായത് ഗ്യാങ്ങിന്റെ പേരും ഏത് പൊസിഷനാ വേണ്ടെന്ന് വെച്ചാലും രണ്ടും കൂടെ വെച്ചിട്ട് പുള്ളി തന്നെ അയച്ചാലും മതി, കുഴപ്പമില്ല. ഇപ്പൊ ഇൻ കേസ് ഈ മോർണിംഗ് ടൈമിലൊക്കെ ചിലപ്പം ഇവിടെ റോൾ കൊടുക്കാനായിട്ട് ആള് കാണത്തില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വെളിയിലാണെങ്കിൽ ഒരു ചാനൽ അലോട്ട് ചെയ്ത് തരും. ആ ചാനലില് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോ വെളിയിൽ നിന്ന് ആള് റോൾ ഇട്ട് തന്നോളൂ. എനിക്കിപ്പോ ഫാമിലി ഒന്ന് ആക്കി തന്നിരുന്നെങ്കിലേ രണ്ടാമത് കണക്ഷൻ വരണ്ടായിരുന്നു. ഫാമിലി തന്നല്ലോ. അല്ല, എനിക്ക് അവിടെ കിടക്കുന്നത് ഇപ്പോഴും ഇതാണ്. മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. മണ്ഡലം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചേഞ്ചസ് കമൺലി ചേഞ്ചസ് ഒന്നുമില്ല. ഇപ്പോഴും പണ്ടത്തെ സെയിം ഇത് തന്നെയാണ്. നമ്മൾ ഉടനെ തന്നെ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരും. പിന്നെ ഓപ്ഷനും കാര്യങ്ങളാണെങ്കിലും ഉടനെ ഗ്യാങ്ങിനുള്ളത് ഉടനെ തന്നെ വരും. ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. അതനുസരിച്ചായിരിക്കും ചെയ്യും. കമൺലി ഒരു ചേഞ്ച് ഇല്ല. ആകെയുള്ള ചേഞ്ച് RDC ഇല്ല. RDCക്ക് പകരം ഹെഞ്ച്ബൻ ആയിരിക്കും ഡയറക്റ്റ് കോൺടാക്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങാം. യെസ്. പിന്നെ ഗ്യാങ് വണ്ടിയുടെ കേസ് ആണെങ്കിൽ ഒരു ഡേറ്റ് നമ്മൾ അലോട്ട് ചെയ്യും. ആ ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ പുതിയ ഇത് ഹാൻഡ്ലിങ്ങും ക്രൈറ്റീരിയ ഒക്കെ ഉള്ള ഒരു ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ക്രൈറ്റീരിയസ് അല്ല ഗ്യാങ് വണ്ടിയുടെ. അപ്പൊ ആ ക്രൈറ്റീരിയസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഗ്യാങ് വണ്ടി ഈ അലോട്ടഡ് ഡേറ്റിന് മുമ്പ് തരുവാണെങ്കിൽ നമ്മൾ ഈ എല്ലാ ഗ്യാങ്ങിന്റെ ആഡ് ചെയ്യുന്ന കൊടുത്ത് ഒരുമിച്ച് നിങ്ങളുടെ ആഡ് ആവും.
പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഡിലേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാങ് വണ്ടി കിട്ടാനും ഡിലേ ആവും. സോ എത്രയും പെട്ടെന്ന് ആ ക്രൈറ്റീരിയ വെച്ച് ഫയൽ വണ്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ശരി ശരി. ഈ പിന്നെ ഞങ്ങള് ഒരു പേഴ്സണൽ കാര്യം ചോദിക്കാവോ? ലൈക്ക് എന്ത് അല്ല, അതായത് നമുക്ക് RDCയിൽ നല്ല RDCയിൽ നമുക്ക് നല്ല കമ്പനിയുള്ള ഒരാളുണ്ടായിരുന്നു. പുള്ളി എന്തെങ്കിലും കോൺടാക്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇല്ല, RDCയുടെ കോൺടാക്ട് ഒന്നും നിൽക്കില്ല. RDC ആയിട്ട് കമ്പനി വരാനും വഴിയില്ല. അല്ല, ടൈഗ എന്ന് പറഞ്ഞ പുള്ളിയെ നമുക്കൊരു പേഴ്സണലി പുള്ളിക്ക് വൈൻ കൊടുക്കാന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ പറ്റിയില്ല, അവര് പോയി. തന്നാ ഞങ്ങൾ കൊടുത്തോളാം. കൊടുത്തേക്കോ? ഓക്കെ ശരി. അപ്പൊ ഇനി വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോ എത്തിക്കാം. അത് അപ്പൊ നമുക്ക് സിറ്റിസൺ ആയിട്ടുള്ള എങ്ങനെയാണ്? കമൺലി പണ്ട് ഇത്ര നാൾ എങ്ങനെയാണ് നിങ്ങൾ പൊക്കോണ്ടിരുന്നത് അതേപോലെ തന്നെ. അതായത് ഇത്ര നാള് നിങ്ങൾ നിന്നില്ലേ, സിറ്റിസൺസിന് നമ്മളെ ആരാന്നൊരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെയാണ് ഇനിയും കുറച്ച് നാളത്തിന് കൂടിപ്പോ ഒരു 1-2 ആഴ്ച മാക്സിമം. ഇപ്പൊ സിറ്റിസൺ സൈഡിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ ലൈക്ക് അല്ല അങ്ങനെ വരത്തില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോ, ബാക്കി ഞങ്ങൾ ഡീൽ ചെയ്തോളാം. അങ്ങനെ എന്തെങ്കിലും സിറ്റിസൺ സൈഡിൽ നിന്ന് എക്സ്ട്രീം ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ശരി. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇപ്പൊ തൽക്കാലം ഒരു 6x6 ബോംബ് നിങ്ങളുടെ ഗാരേജ് ആഡ് ആക്കിയിട്ടുണ്ട്. ജാറിലാണ്. ഞാൻ ആ പുള്ളി ഉണ്ടെങ്കിൽ അത് ഊറ്റിയെടുത്ത് എന്തായാലും നെക്സ്റ്റ് ടൈം വെച്ചേക്കാം. എന്തായാലും ഇല്ല, ഉറപ്പാണ് നെക്സ്റ്റ് ടൈം ഊറ്റി വെക്കണേ. അടുത്ത പ്രാവശ്യം ഊറ്റി വെക്കണേ. ആർട്ടിസ്റ്റിൽ കമ്പനിയുള്ള ഒരു പയ്യ ഉണ്ടോ? കുറച്ച് വൈൻ സക്കീറിന്റെ മോൻ നോക്കി അന്തര അവന്റെ തലയിൽ ആരോ സക്കീറ എപ്പോഴും കൗണ്ടർ അടിച്ച് പറഞ്ഞ ഇടക്കിടക്കൊക്കെ വിടുന്നുണ്ടാട്ടാ നീ. ഇന്നലെ കറക്റ്റ് ഗബ്രീനെ പോലെ ഉണ്ട്. എടാ നമുക്ക് എടാ ഒരു ഹായറാ. എടാ മോനെ അതാ ഇപ്പൊ അതിട്ടോ ചന്ദ്ര മോന്റെ ആ കഴപ്പിന്നങ്ങ് എടാ ടീ അടിച്ചല്ലേ വരത്തുള്ളാട്ടാ. ടീ അടിച്ച